നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരു മുന്നണികളുടെയും ജാഥകൾ നാടിളക്കിക്കൊണ്ടിരിക്കുന്നു. UDF-ൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ഏക ജാഥയാണെങ്കിൽ LDF-ൽ 3 ജാഥകളാണ് മുന്നോട്ട് നീങ്ങുന്നത്. ജാഥകൾ വൻ വിജയമാണെന്നും അധികാരം തങ്ങളുടെ കൈപ്പിടിയിലെത്തുമെന്നുമാണ് ഇരുകൂട്ടരുടെയും അവകാശവാദങ്ങൾ. ഇതിനിടയിൽ തന്നെ കമ്മിറ്റികൾ ചേർന്ന് പ്രചരണ രീതികളെപ്പറ്റിയുള്ള ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ കാലുമാറ്റങ്ങളും പിടിച്ചുനിർത്തലുകളും വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളുമൊക്കെ ഇരുമുന്നണികളും അനവരതം തുടരുന്നു. LDF-ഉം UDF-ഉം ഇങ്ങനെ നാടും കാടുമുളക്കുകയാണെങ്കിലും BJP വലിയ ബഹളങ്ങൾക്കൊന്നും മുതിരുന്നില്ല. അവർ ഈ നാട്ടിലൊന്നും അല്ലേ എന്ന് തോന്നിക്കുന്ന വിധം BJP ക്യാമ്പ് പൊതുവെ ശാന്തമാണ്. എന്നാൽ ഈ ശാന്തത പുറമേ മാത്രമാണെന്നുള്ളതാണ് സത്യം. ഇരു മുന്നണികളും അണികളിൽ ആവേശ തിരമാലകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP പാർട്ടിയുടെ അടിത്തട്ടുകൾ സമരസജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികം പത്രസമ്മേളനങ്ങളോ പൊതുസമ്മേളനങ്ങളോ ഒന്നുമില്ലാതെ കുടുംബയോഗങ്ങളും ഭവന സന്ദർശനങ്ങളുമായാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഒപ്പം സാമുദായിക നേതാക്കളെയും പൊതുകാര്യ പ്രസക്തരെയുമൊക്കെ കണ്ടാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഒരു സീറ്റ് മാത്രം കയ്യിലുണ്ടായിരുന്ന സമയത്ത് 35 സീറ്റുകൾ നേടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നായിരുന്നു പ്രസ്താവന. അന്ന് സുരേന്ദ്രനെ കേരളം മുഴുവൻ പരിഹസിച്ചു, ട്രോളി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഏക സീറ്റ് പോലും നിലനിർത്താനും കഴിഞ്ഞില്ല. ഇന്നും സുരേന്ദ്രൻ ഇതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ സുരേന്ദ്രൻ അന്ന് നടത്തിയ പ്രസ്താവന വെറും വീരവാദമായിരുന്നില്ല. ഫീൽഡ് സർവേയിലൂടെ BJP കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയത് കണക്കിതായിരുന്നു. 35 സീറ്റ് ഇത്തവണയും ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP കരുക്കൾ നീക്കുന്നത്. 37 മണ്ഡലങ്ങളായിരിക്കും BJP തങ്ങളുടെ ആയുധങ്ങൾ മുഴുവൻ പ്രയോഗിക്കുക. ഇതിൽ എത്രയെണ്ണം നേടാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലേ അറിയാനാകൂ. എങ്കിലും BJP തങ്ങളുടെ നില ഏറെ മെച്ചപ്പെടുത്തുന്നുവെന്നാണ് കരുതാൻ. അതിനുള്ള സാഹചര്യങ്ങളാണ് മുന്നിൽ കാണുന്നത്. ഒരുപക്ഷെ BJPക്ക് ലോട്ടറി അടിക്കാനും സാധ്യതയുണ്ട്. അതങ്ങനെയെന്നല്ലേ പറയാം. കേരളം ഉണ്ടായ കാലം മുതൽ ഇരു ധ്രുവങ്ങളിലായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കറങ്ങിയിരുന്നത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വെല്ലുവിളി ഉയർത്തിയിരുന്നതൊഴിച്ചാൽ ഏകദേശം 15 വർഷം മുമ്പ് വരെ ഇതിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു കക്ഷിയോ മുന്നണിയോ ഒന്നും ഇരു ധ്രുവരാഷ്ട്രീയത്തിന് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 15 വർഷങ്ങളായി ചുരുക്കം ചില മണ്ഡലങ്ങളിലെങ്കിലും മൂന്നാം കക്ഷിയുമായി BJPക്ക് ത്രികോണ മത്സര അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്ര പരിശ്രമിച്ചിട്ടും ഇന്നും അത് 37 മണ്ഡലങ്ങളിൽ എത്തിക്കാനേ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു മൂന്നാം കക്ഷി വളർന്നു വരാതിരിക്കാനുള്ള ഇരു മുന്നണികളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് കാരണം. തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തെങ്കിലും സാധ്യത കണ്ടാൽ അവിടങ്ങളിൽ ക്രോസ് വോട്ടിംഗ് പലപ്പോഴും നടന്നിട്ടുമുണ്ട്. മഞ്ചേശ്വരത്തെ സുരേന്ദ്രൻ്റെ പരാജയങ്ങളും വട്ടിയൂർക്കാവിലെ പ്രശാന്തിൻ്റെ വിജയവുമൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ വോട്ടുകൾ മുസ്ലിം ലീഗിലേക്ക് ഒഴുകിയപ്പോൾ വട്ടിയൂർക്കാവിൽ തിരിച്ചാണ് സംഭവിച്ചത്. കോൺഗ്രസ് വോട്ടുകൾ CPM-ലേക്ക് ഒഴുകി. ഇരു കൂട്ടരുടെയും പൊതുശത്രുവായ BJPയെ പരാജയപ്പെടുത്താനായിരുന്നു ഇത്. എന്നാൽ ഇത്തവണ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. LDF-നെയും UDF-നെയും സംബന്ധിച്ച് അത്രയുമേൽ നിർണായകമായതാണ് ഈ തിരഞ്ഞെടുപ്പ്. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇരു കൂട്ടരുടെയും മുന്നിലുള്ളത്. തുടർഭരണം നേടുകയെന്നുള്ളത് CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും അഭിമാന പ്രശ്നമാണെങ്കിൽ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDF-ന് ഭരണം പിടിക്കുക എന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഓരോ സീറ്റും ഇരുമുന്നണികൾക്കും ഏറെ വിലപ്പെട്ടതാണ്. ഇരുമുന്നണികൾക്കും അമിത പ്രതീക്ഷകളില്ലാത്ത തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിനു വേണ്ടിയും നടത്തുന്ന യുദ്ധം വലുതായിരിക്കും. തങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നതോടൊപ്പം എതിർമുന്നണിയുടെ സീറ്റുകൾ കുറയേണ്ടതും ഇരുമുന്നണികൾക്കും അത്യാവശ്യമാണ്. അതിനവർ ഏതറ്റം വരെയും പോകും. ഈ സാഹചര്യത്തിൽ ക്രോസിംഗ് വോട്ടിന് തീരെ സാധ്യത ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നാൽ ഇരുമുന്നണികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നേട്ടം BJPക്കായിരിക്കും ഉണ്ടാകുക. അത് 37 മണ്ഡലങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനിടയാകും. അതിൽ ചില മണ്ഡലങ്ങളിൽ എങ്കിലും BJPയുടെ കൂടെ ചെല്ലാൻ ഉള്ള സാഹചര്യം ഒരുക്കിയേക്കാം. BJP ഒരു ക്രോസിംഗ് വോട്ടിന് തയ്യാറായി ഏതെങ്കിലും സ്ഥാനാർത്ഥിയെയോ മുന്നണിയോ പരാജയപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.